നമസ്കാരം. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ രംഗത്തെത്തി. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നതിന് തടസ്സം നിൽക്കുന്ന ഏക ശക്തി ഹമാസ് ആണ് എന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. അരിസോണയിൽ ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ആൻ്റണി ബ്ലിങ്കൻ. ആൻ്റണി ബ്ലിങ്കൻ്റെ അഭിപ്രായത്തിൽ നിരവധി തവണ ചർച്ചകൾ നടക്കുകയും അവിടെ സമാധാനം പുലരാൻ ആഗ്രഹിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് അവിടെ ഈ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈയെടുത്തത്. ഈജിപ്തും ഖത്തറും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നിരുന്നു. പക്ഷേ ഹമാസിൻ്റെ നിലപാടുകളാണ് യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത, തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ആ നിലപാടുകൾ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകളെല്ലാം തടസ്സപ്പെടുത്തിയത് എന്നാണ് ആൻ്റണി ബ്ലിങ്കൻ ആരോപിച്ചിരിക്കുന്നത്. ആൻ്റണി ബ്ലിങ്കൻ്റെ ഈ ഒരു ആരോപണം ഇന്നത്തെ ദിവസം വളരെ പ്രസക്തമാണ്. കാരണം കെയ്റോയിൽ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുകയാണ്. അതിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഹമാസ് പ്രതിനിധികളും കെയ്റോയിലെത്തിയിട്ടുണ്ട്. ഖത്തറും ഈജിപ്തും എല്ലാം തന്നെ മുൻകൈ എടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സമാധാന ചർച്ച നടക്കുന്നത്. താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും കുറേ ബന്ദികളെ മോചിപ്പിക്കാനും അതിലൂടെ കഴിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും ഈ ചർച്ചകളിലും ഹമാസ് സ്വീകരിക്കുന്ന നിലപാട് ഒരിക്കലും ഒത്തുതീർപ്പിൻ്റേതായിരിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു പ്രവചനം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ ചടങ്ങിൽ സംസാരിക്കവേ ആൻ്റണി ബ്ലിങ്കൻ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു. റഫായിൽ ഒരു സൈനിക നടപടി ഇസ്രായേൽ പെട്ടെന്ന് നടത്തുന്നത് അത്ര ഉചിതമായിരിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം പെട്ടെന്ന് ഒരു സൈനിക നടപടി അവിടെ ഉണ്ടായാൽ 10 ലക്ഷത്തോളം അഭയാർത്ഥികൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഒരു സൈനിക നടപടി ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്നാണ് ആൻ്റണി ബ്ലിങ്കൻ പറയുന്നത്. അമേരിക്ക ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു സൈനിക നടപടി റാഫേൽ അംഗീകരിക്കുന്നില്ല എന്നും ആൻ്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയത്തിൽ അമേരിക്ക ഒരു സ്വതന്ത്ര നിലപാട് തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. സമാധാന ചർച്ചകൾക്ക് അമേരിക്ക തന്നെയാണ് നേരത്തെ മുൻകൈ എടുത്തിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നിരവധി തവണ പല ഭാഗങ്ങളിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഹമാസിൻ്റെ പിടിവാശിയാണ്, അതല്ലെങ്കിൽ അവർ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കണം, അതല്ലെങ്കിൽ പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഹമാസിൻ്റെ നിലപാടുകൾ തന്നെയാണ് ഈ ചർച്ചയ്ക്കെല്ലാം തന്നെ തടസ്സമായതും ഗാസയിൽ വെടിനിർത്തൽ എത്താൻ വൈകുന്നതും. നേരത്തെ നവംബറിൽ ഗാസയിൽ വളരെ ഹ്രസ്വകാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് നിരവധി പേരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. 40 ബന്ദികളെ വിട്ടയക്കണം എന്ന ഇസ്രായേലിൻ്റെ ആവശ്യം പിന്നീട് ഹമാസ് തള്ളുകയായിരുന്നു. ആദ്യം പല ആവശ്യങ്ങളും അംഗീകരിച്ച ഹമാസ് പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റുകയായിരുന്നു. ഒരുപക്ഷെ ഹമാസിന് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും സംശയിക്കുന്നത്. കാരണം ഹമാസിന് ഹിസ്ബുള്ളയ്ക്കും ഹൂതി മുതർക്കെല്ലാം തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അതേസമയം ഖത്തറിനെ പോലെ നേരത്തെ ഹമാസിന് സഹായിച്ചിരുന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് പിന്നോട്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം ലോക രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഹമാസിന് എതിരായി മാറുന്ന ഒരു സന്ദർഭത്തിൽ ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകുന്നത് വരെ അബദ്ധമായിരിക്കും എന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഖത്തറിനുള്ളത്. അതുകൊണ്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ഹമാസിനെ ഈ രീതിയിൽ സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഖത്തറിൻ്റെ ഈ നിലപാടിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യങ്ങളോടും അവർക്കാർക്കും തന്നെ യോജിപ്പില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗൾഫിലെ പല രാജ്യങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ നല്ല മികച്ച രീതിയിലുള്ള സഹകരണ മനോഭാവമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹമാസ് തീവ്രവാദികളെ, കൊടും തീവ്രവാദികളെ ഒരു തരത്തിലും അവർക്ക് അഭയം നൽകരുത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഖത്തർ ഭരണാധികാരികൾക്കും തന്നെ ഉള്ളത്. എന്തായാലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇന്നത്തെ പ്രസ്താവന അങ്ങേയറ്റം പ്രസക്തമാണ്. കാരണം കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് അതിൻ്റെ അന്ത്യം എങ്ങനെ ആയിരിക്കും എന്ന് വളരെ കൃത്യമായി പ്രവചിക്കുന്നുണ്ട് അമേരിക്ക. അമേരിക്കൻ സർക്കാർ നേരത്തെ തന്നെ പലവട്ടം ഇസ്രായേലിന് എല്ലാവിധ വിഷയങ്ങളിലും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റഫായിലെ സൈനിക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതല്ലെങ്കിൽ ഗാസയിലെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നതിലൊക്കെ തന്നെ അമേരിക്ക വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ സൈന്യശക്തി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അമേരിക്ക ഇത്തരത്തിലുള്ള തങ്ങളുടെ നിലപാട് കൂടി വ്യക്തമാക്കിയതോടെ ഹമാസ് വീണ്ടും വെട്ടിലായിരിക്കും.